മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇന്നേ ദിനത്തിന്റെ ക്രിസ്മസ് ദിനത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുകയാണ്. ഈ കഴിഞ്ഞ 24 ദിവസവും വളരെ നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ ഈ മാതൃവേദി കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിയ, കരുത്തു പകർന്ന എല്ലാ നല്ല മനസ്സുകളെയും അഭിനന്ദിക്കുകയാണ്. ഈ അവസാന ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ, ഈ തിരുനാളിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ, തമ്പുരാന്റെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ണീശോയുടെ സംരക്ഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ എല്ലാം വചനവിചിന്തനം നടത്തിയ, നല്ല നല്ല ചിന്തകൾ പകർന്നു നൽകിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. പിന്നുള്ളവരെ, ഇന്ന് ഒരേ ഒരു ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നിർത്തിക്കൊള്ളാം. രവീന്ദ്രനാഥ് ടാഗോർ തന്റെ ലേഖനത്തിൽ കുറിക്കുന്ന ഒരു കവിതയുടെ ഈരടികളുണ്ട്. അദ്ദേഹത്തിന്റെ വാക്ക് ഇപ്രകാരമാണ്: പ്രകാശം നിന്റെ മുൻപിലാണെങ്കിൽ നിഴൽ നിന്റെ പിൻപിലായിരിക്കും. പ്രകാശം നിന്റെ പിൻപിലാണെങ്കിൽ നിഴൽ നിന്റെ മുൻപിലായിരിക്കും. എന്നാൽ പ്രകാശം നിന്നിലാണെങ്കിൽ അവിടെ നീയുമില്ല, നിഴലുമില്ല, പ്രകാശം മാത്രം. ഒരിക്കൽ കൂടി പറയാം: പ്രകാശം നിന്റെ മുൻപിലാണെങ്കിൽ നിഴൽ നിന്റെ പിൻപിലായിരിക്കും. പ്രകാശം നിന്റെ പിൻപിലാണെങ്കിൽ നിഴൽ നിന്റെ മുൻപിലായിരിക്കും. എന്നാൽ പ്രകാശം നിന്നിലാണെങ്കിൽ അവിടെ നീയുമില്ല, നിഴലുമില്ല, പ്രകാശം മാത്രം. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ വെളിച്ചമായിട്ട് മാറേണ്ട വ്യക്തികളാണ്, പ്രകാശമായിട്ട് മാറേണ്ട വ്യക്തികളാണ്. എവിടെയായിരുന്നാലും അവിടെ ഒരു വെളിച്ചം പകരാൻ, തമ്പുരാന്റെ വലിയ ഒരു പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നിന്റെ ജീവിതത്തിലും പ്രസക്തി ഉണ്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇപ്രകാരം ക്രിസ്തുവിന്റെ വെളിച്ചമായിട്ട് മാറാൻ തമ്പുരാൻ നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥലത്ത്, കുടുംബത്തിലാവാം, സമൂഹത്തിലാവാം, ഇടവകയിലാവാം, നമ്മുടെ കൂട്ടായ്മയിലാവാം, അവിടെയൊക്കെ നല്ല വെളിച്ചം പരത്തുന്ന പ്രകാശഗോപുരങ്ങളായി, പ്രകാശ സ്തംഭങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറാനുള്ള കൃപകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെയും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളുടെ മേലും, നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു.